വാട്സ്ആപ്പ് ഗായ്സ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടി വ്ളോഗാണ് ചെയ്യുമ്പോൾ കുട്ടി വ്ളോഗ്. അപ്പം ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയറ്റൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതേപോലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും അര ഗ്ലാസ് പാല് കുടിച്ചുകൊണ്ട് തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊറാട്ടയും ചപ്പാത്തിയും അതേപോലെ തന്നെ നമുക്ക് പട്ടാണിക്കടല കറിയാണ് ഉള്ളത്. അങ്ങനെ സന്തോഷമായിട്ട് തന്നെ നമ്മൾ അതും കഴിച്ചങ്ങോട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ ചാലിയം ബീച്ചിലേക്ക് എന്തായാലും കുറച്ച് ഫിഷിങ് ആവാൻ കരുതിയാണ്ട് നമ്മളെന്തായാലും ചാലിയം ബീച്ചിലേക്ക് നേരെ തിരിച്ച്. എന്തായാലും ഏകദേശം നട്ടു ഉച്ചയായി തുടങ്ങിയാണ്. അതുകൊണ്ട് ഈ വെയിൽ കൊള്ളാൻ ആളുകളൊക്കെ ഇവിടെ കുറവാണ്, ഞങ്ങൾ തന്നെ ഉള്ളൂ. അങ്ങനെ എന്തായാലും നേരം വൈകാതെ നമ്മളെ ഫിഷിങ്ങിലേക്ക് നേരെ കടന്ന്. നിങ്ങൾക്ക് ഈ കാണുന്ന വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ മീനുകളൊക്കെ ഓടി കളിക്കണത് കാണാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മീനിനെ പിടിക്കാൻ എന്തായാലും സുഖമായല്ലോ, പക്ഷെ അതിലാണ് വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ മൈദൊക്കെ കുഴച്ചുകൊണ്ട് ചൂണ്ട കുളത്തിലിട്ടിട്ട് മീനിനെ പിടിക്കാൻ നോക്കിയിട്ട് എത്രയായിട്ടും കിട്ടുന്നില്ല. മീനാണെങ്കിൽ മൈദയും കൊണ്ട് പോവുക, അല്ലാതെ ചൂണ്ടയിൽ കുടുങ്ങണമൊന്നുമില്ല. എന്തായാലും മീനുകൾക്ക് നമ്മൾ വയറ് നിറച്ച് തിന്നാൻ കൊടുത്ത്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷവും നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പണി പറ്റൂല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളെന്തായാലും വീട്ടിലേക്ക് നേരെ തിരിച്ചു. വെറുതെ വെയിലുകൊണ്ട് നമ്മളെ ബുദ്ധി കളയേണ്ട കരുതി. അങ്ങനെ വീട്ടിലെത്തി നമുക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ബൾക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഡയറ്റിനുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ കരുതി. അതുകൊണ്ട് ആദ്യം നമ്മൾ 2 കോഴിമുട്ട എടുത്ത്, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കുക. എന്നിട്ട് ആ മുട്ട എടുത്താണ്ട് നിങ്ങൾ പൊട്ടിച്ചാണ്ട് പാത്രത്തിലേക്ക് ആക്കുക. നമ്മൾ ആ 2 മുട്ടയും നമ്മൾ പാത്രത്തിലേക്ക് ആക്കി. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ കാണുന്ന പോലെ എന്തായാലും ചെറുതായിട്ട് ഉള്ളി അരിയുക. നമ്മളാണ് അരിഞ്ഞ്, അതുകൊണ്ട് നമ്മൾ കുറേ കരഞ്ഞൊക്കെ ചെയ്ത് ഉള്ളി അരിഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് നമ്മളെന്തായാലും എഗ്ഗിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിന്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് ഉള്ളി അരിയുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ആഡാക്കാം. എനിക്ക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആഡാക്കണില്ല. അതിനുശേഷം നമ്മളെന്തായാലും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മളെന്തായാലും ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ അധികം സ്പൂൺ എടുത്ത് ഇളക്കാണ്ട് ആക്കിയാൽ മതി. അപ്പോൾ നമ്മളെന്തായാലും ഗ്രൈൻഡ് ചെയ്ത് എടുത്തണേ. അതിന് ശേഷം ഒരു ചട്ടി എടുക്കുക, എന്നിട്ട് ഞങ്ങൾ സ്റ്റൗവിൽ വെക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം നിങ്ങൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്നിട്ട് ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ആക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കി വെച്ച അതിലേക്കൊരു മുക്കൽ മുക്കിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് കണ്ട് വെച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു ബ്രെഡ് വെച്ച് എന്തായാലും നമ്മൾ അടുത്ത ബ്രെഡും കൂടി നമ്മൾ അതുപോലെ മുക്കിയിട്ട് നമ്മളെന്തായാലും ചട്ടിയിലോട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണത്. അപ്പോൾ നമ്മൾ എന്തായാലും ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. അങ്ങനെ നമുക്ക് ഏകദേശം വെന്തണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വെന്ത് തുടങ്ങുകയും ചെയ്തണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വേവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആയി കഴിഞ്ഞാൽ എടുക്കുക. അങ്ങനെ നമുക്ക് ആ 2 എഗ്ഗ് കൊണ്ട് നമുക്ക് 4 ബ്രെഡോളം അതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചിന്. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതിനിടയിൽ നമുക്കൊരു പണി കിട്ടി. നമ്മളിവിടെ ഒരു ബ്രെഡ് പാത്രത്തിൽ വെച്ച് പോയതേനി. വന്ന് നോക്കുമ്പോൾ ഒരു ബ്രെഡ് കാണാനില്ല. ആരോ പൂച്ചയോ കാക്കയോ കൊണ്ടുപോയി. നമുക്ക് ഭയങ്കര വിഷമമായി. അവർക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു, അതുകൊണ്ടാവും കൊണ്ടുപോയിണ്ടാവുക. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളെ പ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി വന്നേ. അപ്പം അവർക്ക് നമ്മൾ ഇപ്പം മിക്സഡ് ഫുഡാണ് കൊടുക്കണത്. അപ്പം അവർക്കത് ഇട്ട് കൊടുത്ത് അവരെന്തായാലും ആക്രാന്തം കാണിച്ച് എല്ലാവരും കഴിക്കാൻ വന്നത്. ഇത്രയും പ്രാവാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിൽ 2 സെറ്റും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊരു സെറ്റിൽ 2 എഗ്ഗും റിസൾട്ടാണ്ട്, ഒരു സെറ്റിൽ 1 എഗ്ഗ് റിസൾട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ഒരു കുഞ്ഞുണ്ടായിന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മളെ കയ്യിൽ നിന്ന് നൈറ്റിൽ നിന്ന് മിസ്സായി. പിന്നെ നമുക്ക് തിരിച്ച് വന്നതുമില്ല. അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് നഷ്ടമായി. അങ്ങനെ ഇവരെ നോക്കിന്ന് ഏകദേശം ടൈം 5:30 ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ജിമ്മിലേക്ക് പോകാനുള്ള സമയമായി തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കലോറി അടങ്ങിയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബനാന എടുത്തിന്. എന്നിട്ട് നമ്മൾ അത് ചെറിയ ഇതുപോലെയുള്ള പീസുകളാക്കി നമ്മളെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്തത് അതിലേക്ക് നമ്മൾ കുറച്ച് ഓട്സ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ഓട്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് പീനട്ട് ബട്ടർ എടുത്തിന്.
അപ്പം അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 4 ബദാം ഇട്ടിന്. അപ്പോൾ നമ്മൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് ഡേറ്റ്സ് കിട്ടാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ഇടാവുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മളെ പ്രോട്ടീൻ ഷേക്ക് എന്തായാലും റെഡി ആണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പ്രോട്ടീൻ ഷേക്ക് ഇപ്പം വർക്കൗട്ടിന് ജിമ്മിന് പോണതിൻ്റെ മുന്നേ നമ്മൾ കുടിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ജിമ്മിന് പോയി വന്ന ശേഷം നമ്മൾ കുടിക്കുന്നതാണ്. അടുത്തത് നമുക്ക് പ്രീ വർക്കൗട്ടിനായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നാരങ്ങ എടുത്തിന്. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അത് സ്ക്യൂസ് ചെയ്യുക. അതിന് ശേഷം ഒരു ഇഞ്ചി പീസ് എടുക്കുക. എന്നിട്ട് അത് ചതച്ചരച്ചിട്ട് അതിൻ്റെ നീര് കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കുക. എന്നിട്ട് അതും നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ സ്ക്യൂസ് ചെയ്ത് കണ്ട് എടുക്കുക. അപ്പോൾ ലേശം ഉപ്പ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിന്. ഇനി നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കയ്യിൽ മാക്സിമം ഹണി നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ജിമ്മിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അങ്ങനെ നമ്മളെ ജിമ്മിലെത്തി. ഇതാണ് നമ്മളെ ജിമ്മ്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടേനി. നമുക്കിന്ന് വിങ്സ് മസിലിനാണ് വർക്കൗട്ട് ചെയ്യാള്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് എന്തായാലും കാണാം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോൾ അത്യാവശ്യം നമ്മൾ പമ്പാക്കി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വേഗം ഫുഡ് കഴിക്കണം. അപ്പം വീട്ടിലേക്ക് പോകാം. അങ്ങനെ വീട്ടിലെത്തി. അപ്പോഴാണ് അമ്മേൻ്റെ സ്പെഷ്യൽ ഒരു വെറൈറ്റി ദോശ. ഇതെന്തോ ഗോതമ്പ് പൊടിയും പിന്നെ എന്താ ഉള്ളി മുളകൊക്കെ മുറിച്ചിട്ട് ഒരു സ്പെഷ്യൽ ദോശ. അപ്പം അത് നമ്മൾ കഴിച്ച്. പിന്നെ നമ്മൾ നേരത്തെ ഷെയ്ക്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ഒരു ഗ്ലാസ് വന്നപ്പോൾ കുടിച്ച്. അതേപോലെ തന്നെ നമ്മൾ 2 എഗ്ഗും ബോയിൽ ചെയ്തതും കഴിച്ച്. അപ്പം ഇന്നത്തേക്കുള്ള ഫുഡ് ഇത്രേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.